കേരളത്തിലിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്തോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും രാഷ്ട്രീയ പോർവിളികളും ഇപ്പോൾ സജീവവുമാണ്. PV അൻവറിൻ്റെ രാഷ്ട്രീയ മാറ്റം അത് വലിയ തരത്തിലുള്ള കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഒരർത്ഥത്തിൽ അൻവർ പ്രതീക്ഷിച്ചത്ര കോളിളക്കം ഉണ്ടായില്ല എങ്കിൽ പോലും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന് അത് സാധ്യതയൊരുക്കിയിരുന്നു. മാത്രമല്ല, അൻവറിനെ സംബന്ധിച്ച് അൻവർ ഇടതുമുന്നണിയിൽ നിന്ന് പടിയിറങ്ങിയതിന് ശേഷം അത്ര സുഖകരമായിരുന്നില്ല കാര്യങ്ങളെന്നതും ശ്രദ്ധേയം തന്നെയാണ്. അൻവറിനെ സംബന്ധിച്ച് അൻവറിൻ്റെ പടിയിറക്കത്തിന് ശേഷം കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം നടത്താനായി അൻവറിന് പ്രതീക്ഷിച്ച പോലെ സാധിച്ചിട്ടില്ല. ഒരു UDF പ്രവേശനത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ അൻവർ നടത്തിയെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണാവസ്ഥയിൽ എത്തിയിട്ടുമില്ല എന്നതും കാണാൻ സാധിക്കും. DMK, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങി അൻവർ പയറ്റിയ തന്ത്രങ്ങളെല്ലാം തന്നെ നിരവധിയുമാണ്. എന്ന് തന്നെയാണെങ്കിലും ഈ മാർച്ച് മാസത്തോടു കൂടിയോ അഥവാ ഏപ്രിൽ മാസത്തോടു കൂടിയോ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. PV അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ തട്ടകമായിട്ടുള്ള നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഏറെ നിർണായകവുമാണ്. അൻവറിനെ സംബന്ധിച്ച് ആ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന് മത്സരിക്കുകയില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, അൻവറിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസിനോടോ അഥവാ UDFിനോടോ പ്രത്യേകമായ ഒരു നിർദ്ദേശവും ഉണ്ടായിരുന്നു. UDFിൻ്റെ സ്ഥാനാർത്ഥിയായി ആര്യടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കരുത് എന്നതായിരുന്നു അൻവറിൻ്റെ ആവശ്യം. അൻവറിനെ സംബന്ധിച്ച് അൻവറിൻ്റെ എതിരാളിയായി മത്സരിച്ച വ്യക്തിയെ പിന്തുണയ്ക്കുക എന്നത് അത് വലിയ തരത്തിലുള്ള നാണക്കേട് അദ്ദേഹത്തിന് ഉണ്ടാക്കുമെന്നുള്ള ധാരണ കൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, VS ജോയിയുടെ പേര് അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ UDFിനെ സംബന്ധിച്ച് UDF ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത് ആര്യടൻ ഷൗക്കത്തിന്റെ പേര് തന്നെയാണ് എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ അതേസമയം LDFിൽ നിന്നും പിണറായി വിജയനെയും CPMനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ PV അൻവറിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യം യഥാർത്ഥത്തിൽ നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്വീകരിക്കും. അതിനായുള്ള ശക്തമായ നീക്കങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് തങ്ങളുടെ വോട്ടുകൾ കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ തവണ വിജയിക്കാനായി സാധിച്ചത് എന്ന് തെളിയിക്കുക തന്നെയാണ് ലക്ഷ്യം. അതിൽ PV അൻവർ എന്നുള്ളതല്ലായിരുന്നു ഫാക്ടർ. അത് യഥാർത്ഥത്തിൽ CPM അഥവാ ഇടതുമുന്നണിയുടെ വോട്ടുകൾ തന്നെയായിരുന്നു എന്നതാണ് തെളിയിക്കേണ്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ കരുത്തനായ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കാനാണ് CPMന്റെ നീക്കം. ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് M സ്വരാജിനെയുമാണ്. സ്വരാജിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സജീവമായ പ്രവർത്തനങ്ങളുമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലമ്പൂർ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നുമുണ്ട്. ഒരർത്ഥത്തിൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ M സ്വരാജ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവും ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമില്ല. എന്നാൽ അതേസമയം തന്നെ M സ്വരാജിന്റെ ജനസ്വീകാര്യത എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമായതിനാൽ തന്നെ സ്വാഭാവികമായും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അത്ര കണ്ട് തന്നെ കരുത്തനായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ജോയിയെ വെച്ചുകൊണ്ടൊരു പരീക്ഷണത്തിന് കോൺഗ്രസോ അഥവാ UDFോ മുതിരാതെ അത് ആര്യടൻ ഷൗക്കത്തിന് തന്നെ നൽകുന്നത്. അദ്ദേഹത്തിന് ലഭിക്കുന്ന പരമ്പരാഗത വോട്ടുകളിൽ UDFിന് യഥാർത്ഥത്തിൽ വലിയ പ്രതീക്ഷയുമുണ്ട്. എന്നാൽ അൻവറിനെ സംബന്ധിച്ച് ഇതിൽ ആര് ജയിച്ചു കഴിഞ്ഞാലും അൻവറിൻ്റെ പരാജയമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അൻവറിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധി മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ അക്ഷരാർത്ഥത്തിൽ അൻവർ തോറ്റുപോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ UDFിന് പിന്തുണയ്ക്കുമെന്ന് ആദ്യമേ പ്രഖ്യാപിച്ചതാണ്. സ്വാഭാവികമായും UDFിന്റെ സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്താണെങ്കിൽ അൻവറിനെ സംബന്ധിച്ച് പിന്തുണച്ചേ സാധിക്കുകയുള്ളൂ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആര്യടൻ ഷൗക്കത്ത് വിജയിച്ചു കഴിഞ്ഞാലും അവിടെ അൻവറിന്റെ പരാജയം തന്നെയായിരിക്കും ഉണ്ടാവുക. അൻവറിനെ സംബന്ധിച്ച് UDFിന്റെ തീരുമാനങ്ങളെ എതിർക്കുക എന്നുള്ളത് അൻവറിന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം LDFിൽ നിന്നും അൻവർ പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് ഉണ്ട് എന്ന് സ്ഥാപിക്കാനായി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനൊപ്പം നിന്നിരുന്ന വ്യക്തികളെല്ലാം തന്നെ പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയതിനു ശേഷം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന നിരവധി വ്യക്തികൾ അദ്ദേഹത്തിൽ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ PV അൻവർ ഇപ്പോൾ ദുർബലനാണ്. അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസിൽ പോലും യഥാർത്ഥത്തിൽ അദ്ദേഹം ഔപചാരികമായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടോ എന്നുള്ള കാര്യത്തിൽ പലതരത്തിലുള്ള വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യം നടന്ന ഒരു മീറ്റിംഗ് അല്ലാതെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അൻവറിനെ സ്ഥാനപ്പെടുത്തി എന്നതടക്കമുള്ള യാതൊരു തരത്തിലുള്ള നിലപാടുകളോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളോ UDFിനോടുള്ള നിർദ്ദേശങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ബിനിഹാജ്, പന്തളം രാജേന്ദ്രൻ, ES സുഗു, ES രാജേന്ദ്രൻ എന്നിവരാണ് അൻവറിനോടൊപ്പം ആദ്യം ഉണ്ടായിരുന്നിട്ട് പിന്നീട് അൻവറിൽ നിന്നും മാറിപ്പോയ വ്യക്തികൾ. മാത്രമല്ല, അൻവറിനെ സംബന്ധിച്ച് ആദ്യം ഉണ്ടാക്കിയ ഓളമൊന്നും തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കുന്നുമില്ല. അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് നിശ്ചയിച്ചിരുന്ന നിരവധി പരിപാടികളിൽ അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ജനപിന്തുണ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആ പിന്തുണയൊന്നും തന്നെ പിന്നീട് ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും UDFിലെങ്കിലും ഒരു സ്ഥാനം നേടിയെടുക്കുക എന്നുള്ളത് അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കുന്നതിൻ്റെ പ്രധാന ഘടകം തന്നെയാണ്. അതുകൊണ്ട് ഒരർത്ഥത്തിൽ ആര്യടൻ ഷൗക്കത്തിനെ സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാലും
അദ്ദേഹം UDF-ലേക്ക് എങ്ങനെയെങ്കിലും ചേക്കേറുക എന്ന ലക്ഷ്യം മാത്രമായിരിക്കും പിന്തുടരുക. ഇനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ അവിടെ LDF വിജയിച്ചു കഴിഞ്ഞാലും UDF വിജയിച്ചു കഴിഞ്ഞാലും തോൽക്കാൻ പോകുന്നത് PV അൻവർ ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.